ഹലോ ഗൈസ്, രണ്ടാമത്തെ ദിവസം. സോ ഫ്രഷ് ആയിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഡോണ ടോക്കീസിലേക്ക് സ്വാഗതം. നമ്മൾ സൈക്കിൾ എടുക്കാൻ പോവുകയാണ്. നമുക്ക് നടന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റത്തില്ല, കാരണം ഇത് കൊറേലേഹോ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു പ്രദേശമാണ്, ഒരു പ്രൊവിനൻസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ കംപ്ലീറ്റ് കാണണമെങ്കിൽ യെസ്, അപ്പം അതുകൊണ്ട് നമ്മൾ സൈക്കിൾ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കിയിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിൾ എടുക്കാം, കാരണം നടന്നു പോണത് സൈക്കിൾ അത്യാവശ്യം നല്ലതാ. പിന്നെ അങ്ങോട്ട് തള്ളി കയറ്റിയാൽ നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ കുത്തിയിരുന്ന് പോരാല. അതെ, അന്ന് നമുക്ക് സൈക്കിൾ എടുക്കാം. തലേ ദിവസം നമ്മൾ ഈ ഷോപ്പ് കണ്ടുവച്ചിരുന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഈ ഷോപ്പിലേക്ക് വന്നു. ഇവിടെ ഒരുപാട് സൈക്കിളുകൾ ഉണ്ട് കേട്ടോ. ബാസ്ക്കറ്റുള്ള സൈക്കിളാണ് ഞാൻ നോക്കുന്നത്. ഇതിലൊരു സൈക്കിൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളുകളായി സൈക്കിളൊക്കെ ഓടിച്ചിട്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സൈക്കിൾ കൈകൊണ്ട് തൊട്ടത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് സൈക്കിൾ കൈകൊണ്ടൊന്ന് തൊടുന്നത്. ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ബാലൻസ് പോയായിരുന്നു. പിന്നെ സൈക്കിൾ ഓടിച്ചു വന്നപ്പോൾ അങ്ങ് സെറ്റായി. അപ്പോഴേക്ക് ഇച്ചായനെടുത്ത സൈക്കിൾ അവർ പൊടി തൂത്ത് കുട്ടപ്പനാക്കിയൊക്കെ വെച്ചു. എനിക്ക് ആ സൈക്കിൾ ഓടിച്ചിട്ട് ബ്രേക്കിന്റെ ഭാഗത്തൊരു പിടുത്തൊക്കെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോൾ ആ സൈക്കിൾ മാറ്റി തരാന്ന് പറഞ്ഞ വേറൊരു സൈക്കിൾ തന്നെയാണ് എനിക്ക് തന്നത്. ഞാൻ ഓടിച്ച സൈക്കിൾ അത്ര കംഫർട്ടബിൾ ഉണ്ടായിരുന്നില്ല. സൈക്കിൾ മാറ്റി തന്നു. അപ്പൊ നമ്മൾ സൈക്കിൾ സവാരി നടത്താൻ പോവാണ്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ജസ്റ്റ് കോട്ടിട്ട് ഇറങ്ങിയേക്കാണ്. അല്ല, ഇത് ചായന്റെ ഷർട്ടാണ്. ദെൻ നമുക്കെന്നാ യാത്ര പോവാം. നല്ല വെയിലുണ്ടെങ്കിലും സൈക്കിളിലെ യാത്ര കുറച്ചും കൂടി എളുപ്പമായിരുന്നു. നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് ദൂരം തോന്നിച്ച പല പ്രദേശങ്ങളും സൈക്കിളിൽ പോയി കഴിഞ്ഞപ്പോൾ എളുപ്പമായിട്ട് വേഗം എത്തുന്ന പോലെ തോന്നി. ചില സ്ഥലങ്ങളൊക്കെ അരമണിക്കൂർ കൊണ്ട് നടന്നെത്തുന്ന സ്ഥാനത്ത് നമുക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ. ഈ ഓരോ സ്ഥലങ്ങളിലും ഞങ്ങൾ നടന്ന് കാഴ്ചകൾ കണ്ടതാണ്. ഇനി അല്പം സൈക്കിളിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ അനായാസകരമായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സൈക്കിൾ കൈകൊണ്ട് തുടങ്ങുന്നത്. ചില സമയങ്ങളിലൊക്കെ ബാലൻസ് തെറ്റുമായിരുന്നു. എങ്കിലും പോകേണ്ട സ്ഥലത്തും കാണേണ്ട കാഴ്ചകളൊക്കെ നമ്മൾ വേഗം കണ്ടു കഴിഞ്ഞായിരുന്നു. ഓരോ സ്ഥലങ്ങളും വ്യത്യസ്തമായിട്ട് തോന്നിച്ചു. ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ഗൾഫ് നാടുകളാണോ എന്ന് പോലും തോന്നിച്ചു പോകും. ഗൾഫിലെ പോലെ തന്നെ പനമരങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഈ വന്നിരിക്കുന്നത് 4 കോടി ഒരു കവലയിലേക്കാണ്. ഇവിടുന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്നത് കണ്ടു. എന്താണ് അവിടെ പ്രോഗ്രാം എന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടേക്ക് ചെന്നു. സ്പെയിനിൽ ആഴ്ചയിൽ ഒരിക്കലും തുറക്കുന്ന മെർക്കത്തീജ എന്ന് പറഞ്ഞിട്ടുള്ള കടയുണ്ട്. അതാണിത്. വളരെ വിലക്കുറവിൽ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. നമ്മളവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയത് ഹാർബറിലേക്കാണ്. പടുകൂറ്റനായിട്ടുള്ള ഫേരിയും കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് കാണാൻ സാധിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ. അങ്ങനെ അത് കണ്ട് അവിടുന്ന് ഇറങ്ങി. കൊറലേഹോസിലെ ഹാർബറിലെ ലാസ്റ്റ് സ്റ്റോപ്പാണത്. ഇവിടെ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും സൈക്കിൾ എടുത്തു. അയ്യോ, ഞാനിത് ഇങ്ങോട്ട് വളച്ചത്, പക്ഷെ ഇങ്ങോട്ട് പോവാണ്. ഗിയർ ഇടാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. ചില സമയങ്ങളിൽ സൈക്കിൾ കയ്യിൽ നിന്ന് പോയെങ്കിലും ഓടിച്ച് പരിചയമാനായിട്ട് കുറച്ച് സമയം എടുക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ വീണ്ടും സൈക്കിൾ കൊണ്ട് യാത്ര തിരിച്ചു. അപ്പുറം ഇച്ചായനുണ്ട് സൈക്കിളിൽ. എന്റെ സൈക്കിളിൽ കാരിയർ ഉള്ളതിന്റെ പേരിൽ എല്ലാ ബാഗും ബാൻഡൊക്കെ വാട്ടർ ബോട്ടിലും എല്ലാം താങ്ങിയാണ് എന്റെ പോക്ക്. ഇച്ചായൻ സൈക്കിൾ കൊണ്ട് ഒരുപാട് അഭ്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. എന്തായി തീരുമെന്തോ. ഇച്ചായൻ വല്ല വേഷം കെട്ടാണിച്ച് ഫ്രണ്ട്, പക്ഷെ കാറ്റ് നമുക്ക് എതിരെയാണ് കാറ്റ് സഞ്ചരിക്കുന്നത്. സോ നമ്മളിവിടെ ഘോഷി കാണിച്ചു കഴിഞ്ഞാൽ നമ്മള് മുന്നോട്ട് വീടും. പറഞ്ഞതുപോലെ തന്നെ ചൈക്കുഞ്ഞ് മുന്നോട്ട്. ദൈവമേ, എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കേ. ഒരാവശ്യം ഉണ്ടായില്ല. ദൈവത്തെ ഓർത്ത് ഘോഷി കാണിക്കരുത്. ഒരു പ്രശ്നിച്ച വീണു, ഇനി വീഴരുത്. അതികഠിനമായിട്ടുള്ള വെയിലർ നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. നമ്മൾ ജസ്റ്റ് സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് വന്നിട്ട് നമുക്ക് ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാറ്റാടിപ്പുഴയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഉള്ളത്. ഇഷായൻ എന്റെ മുമ്പിൽ കൂടെ സാഹസികമായിട്ട് സൈക്കിൾ ഔട്ടാണ്. അങ്ങനെ നമ്മൾ സ്പെയിന്റെ അറ്റത്തെത്തി. ലാ ഒലീവ എന്ന് പറഞ്ഞ സ്ഥലമാണിത്. പക്ഷെ ഇവിടെ പട്ടികളെ, ഒരു ബീച്ചാണ്, പക്ഷെ പട്ടികളെ വെത്താൻ പാടില്ല എന്നാണ് ഇവിടെ എഴുതിച്ചേക്കുന്നത്. നമുക്ക് ഈ ബീച്ചിന്റെ ഉള്ളിലേക്ക് 2 മിനിറ്റ് ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം.
is this one. Guys, ഇത് പക്ഷെ പോപ്കോണിന്റെ പോലെ തന്നെ ഇരിക്കുന്നത് കല്ലാണ്, തിന്നാൻ പറ്റത്തില്ല. പോപ്കോൺ ബീച്ചിൽ എടുക്കാതെ വിചാരിച്ചു, പക്ഷെ ഞാനത് ഒരെണ്ണം കളക്ട് ചെയ്യാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോപ്കോണിന്റെ ബീച്ച് ഉണ്ട്, അതാണ്. അങ്ങനെ ഞങ്ങളുടെ 1 മണിക്കൂർ സൈക്കിൾ സവാരിക്ക് ശേഷം ഞങ്ങൾ എത്താൻ പോകുന്നത് പോപ്കോൺ ബീച്ചിലേക്കാണ്. ഒരുപാട് ദൂരം സൈക്കിൾ ചവിട്ടേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ബോറൊന്നും അടിക്കുന്നില്ല. പോകുന്ന സ്ഥലം വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് നമ്മൾ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മാപ്പ് നോക്കും, ഇടയ്ക്ക് വഴി തെറ്റും, വീണ്ടും പോകും. എത്രയൊക്കെ വഴി തെറ്റിയാലും അവസാനം പോപ്കോൺ ബീച്ചിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് എന്നുള്ളൊരു ആശ്വാസം മാത്രമുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ പ്രയത്നത്തിനിടയിൽ സൈക്കിൾ ചവിട്ടിനിടയിൽ ഞങ്ങൾ എത്തി പോപ്കോൺ ബീച്ചിലേക്ക്. അപ്പൊ നമ്മൾ ഇരിക്കുന്നത് പോപ്കോൺ ബീച്ചിലാണ്. യെസ്, പോപ്കോൺ. 11 മിനിറ്റോളം നമ്മൾ സൈക്കിൾ ചവിട്ടി നമ്മൾ വന്ന ഒരു ബീച്ചാണ് പോപ്കോൺ ബീച്ച് എന്നാണ് ഇതിന് പറയുന്നത്. ഞാൻ പോപ്കോൺ സന്തോഷപൂർവ്വം കളിക്കുകയാണ്. ഗൈസ് നോക്കൂ, ഇങ്ങനെയാണ്. ഇതൊരു കല്ലുകളാണ്, പക്ഷെ ശരിക്കും പോപ്കോണിന്റെ പോലെ തോന്നും. കണ്ടില്ലേ? ഇവിടെ തന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു പ്രദേശം മൊത്തം. പിന്നെ ഈ കല്ലുകൾക്കിടയിൽ ഒരുതരം ഈ ബ്ലാക്ക് കല്ലുണ്ട്, അത് കുറച്ചൊരു രസമില്ല. വൈറ്റ് മാത്രമാണെങ്കിൽ കുറച്ചൊരു ഭംഗിയായി. ഇല്ലില്ല, വൈറ്റ് മാത്രമാണെങ്കിൽ അവിടെ ഭംഗി ഉണ്ടാവുള്ളൂ. നമുക്ക് അങ്ങോട്ട് കടയിൽ കുറച്ച്. ഗൈസ്, നമ്മള് പോപ്കോൺ ബീച്ചിൽ എത്തി. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പുറകിൽ നിറച്ച് വൈറ്റ് കളറായിട്ട് പോപ്കോൺസ് അട്ടി കിടക്കുന്നതാണ്. ഞാൻ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? ഇതവിടെ മല, എന്താണെന്ന് അറിയില്ല, വേറൊരു ഐലൻഡ് ആയിരിക്കും. ആണോ? ഇവിടെ നമ്മൾ പോപ്കോൺ ബീച്ചിന്റെ ഉള്ളില് ഇവിടെ പാറക്കൂട്ടങ്ങളുണ്ട്. ബ്ലാക്ക് കളറുള്ള പാറക്കൂട്ടങ്ങളാണ്. ജസ്റ്റ് അവിടെ വരെ നമുക്ക് പോയി നോക്കാം, അങ്ങേയറ്റം വരെ പോയി നോക്കാം. ഇച്ചായി ഫസ്റ്റ് പോയി. ഇങ്ങനെ വെള്ളത്തിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ കാണാൻ പറ്റും കേട്ടോ. അത് ഈ കണ്ടോ, മീൻ ഓടുന്നത് കണ്ടോ? സോറി, മീനുണ്ട് ഒരുപാട്. നമുക്ക് അവിടേക്ക് എന്തായാലും പോവാം. ഗൈസ്, ഈ ഒരു കല്ലിന്റെ പ്രത്യേകത ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരുമാതിരി കല്ലുകളാണ്. കല്ലുകൾക്കിടയിൽ സ്വർണ്ണ നിറത്തിലുള്ള പായലാണോന്ന് അറിയത്തില്ല, പക്ഷെ രസമുണ്ട്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വീഴും. കടൽ വെള്ളത്തിന്റെ അടുത്തെത്തി, പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പതയുന്നില്ല. ഉപ്പിന്റെ അംശം വളരെ കുറവുള്ള ഇതിലാണ് പതയാതിരിക്കുന്നത്. ചാലുകളാണ്, ചെറിയ കുഞ്ഞു കുഞ്ഞു ചാലുകളുണ്ട്. അതെ, ഈ മഞ്ഞ കളർ വെള്ളം, ഇങ്ങനെ മഞ്ഞ കളർ പൊറ്റു പൊറ്റു പോലെ നിൽക്കണം. എന്താ മഞ്ഞ കളർ പോലത്തെ? അത് മഞ്ഞയാണ്. അറിയില്ലേ? ഷെൽസാ? പക്ഷെ ഇതും ഷെൽസ് ആണോ? ഇതൊക്കെ വളർന്നിട്ടാണ് നമ്മുടെ ഇത് വരുന്നത്, പൊറ്റുകൾ ഉണ്ടാവുന്നത്. ഓരോ ബാക്ടീരിയകൾ ജീവിക്കുന്നതാണ്. പക്ഷെ തിരമാലകള് വലിയ കാര്യമായിട്ട് അടിക്കില്ല തോന്നുന്നു അല്ലെ? ബീച്ചസ് ആയതിന്റെ പേരില് തിരമാലയൊന്നും ഇല്ല. ഗൈസ്, അച്ഛൻ ഇതിന്റെ ഉള്ളിൽ നടക്കണ മീനുകളെ കാണാനായിട്ട് വന്നേക്കാണ്. പക്ഷെ കുറെ മീനുകളുണ്ട് ഗൈസ് ഇതിന്റെ ഉള്ളിൽ. നമ്മളിങ്ങനെ നോക്കുമ്പോ തന്നെ മനസ്സിലാവും മീനുകളുണ്ട് അല്ലേ? അത് കാരണം വേലിയേറ്റം വരുമ്പോ ഇവിടെയൊക്കെ വെള്ളം വരും. എന്തോ ഒരു പോപ്കോൺ അവിടെ പൊടിഞ്ഞ് 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 വീണ്ടും ഇതിങ്ങനെ തര വന്നിട്ടേ പിന്നെ അടിച്ചടിച്ചടിച്ച് പൊടിക്കും. എന്നിട്ടൊന്ന് കരക്കേറ്റി കൊണ്ടുവരണത്. വെയിറ്റ് കുറവായതുകൊണ്ട് പക്ഷെ എനിക്ക് സംശയം എന്താന്ന് വെച്ചാ, ഒരു കല്ല് ഇത് ചിലപ്പോ ഈ കല്ലിന്റെ ഉള്ളിൽ ലാവ ഇങ്ങനെ ഉണ്ടായിട്ട് അടിഞ്ഞുറഞ്ഞു വെച്ച് കുഞ്ഞു 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 ഹോൾസ് വരത്തില്ലേ? അതെന്താ അങ്ങനെ ഹോൾസ് വന്നത്? എന്താ പറയാ, നമ്മൾ കടലിലാണല്ലോ ഇത് അഗ്നിപർവ്വതം പൊട്ടിയിട്ട് ഇങ്ങനെ ഇത് ഉണ്ടായത്. കടൽ വെള്ളം ഇപ്പോൾ കൂടി ചേർന്നിട്ട് ഉണ്ടാവുന്ന പ്രവർത്തനങ്ങൾ, പ്രതിഭാസങ്ങള്. അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്.
ഇവിടേക്ക് വന്നാണെങ്കിൽ വേറെ ഒന്നും ഇല്ല. ഇവിടെ ജസ്റ്റ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെ പോപ്കോൺസിന്റെ ഇതെന്ന് പറയുന്നത്. അപ്പൊ പോപ്കോണിന്റെ കടലിൽ നമ്മൾ എത്തി. ഞാൻ ഉദ്ദേശിച്ച മാതിരി കുറേ പോപ്കോൺ ഉണ്ടാവും വിചാരിച്ച, പക്ഷെ കുഴപ്പമില്ല. ആസ് യൂഷ്വൽ അല്ല, അവിടെയൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കുറച്ചുള്ളൂ മുതൽ ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവജാലത്തിന്റെ അധ്വാനത്തിന്റെ പരമാവധി ഉപ്പ് ശരിക്കുള്ള ഉപ്പ് ഗൈസ്. ഇതും ഈ ഇങ്ങനെ കടലിലെ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഉപ്പ് ഞാൻ ആദ്യമായിട്ടാ കാണണേ. കടലിൽ നിന്ന് ഉപ്പ്, കടലിൽ നിന്നാണ് ഉപ്പ് എടുക്കുന്നത്. അല്ല അങ്ങനെ ഉപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉപ്പുണ്ടോന്ന് സംശയമുണ്ടോ? വേണ്ട, വയല് വെച്ചണ്ട. ഇത് ഒറിജിനൽ ഉപ്പാ, പക്ഷെ വയല് വെച്ചണ്ട. അത് ക്ലീൻ ചെയ്തിട്ടൊക്കെ നമുക്ക് അല്ല അല്ല, ഇതാണ് കല്ലുപ്പ്. അത് ക്ലീൻ ചെയ്യില്ലേ നമ്മള്? ആര് ക്ലീൻ ചെയ്യണം? ഈ ഉപ്പിന്റെ അകത്ത് കെമിക്കൽ ചേർത്തിട്ടാ നമുക്ക് തരണം. ആ കെമിക്കൽ ചേർക്കുന്നില്ല എന്തായാലും. കെമിക്കല് നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത കഴിയും. ഇതാണ് നമ്മൾ ശരിക്കും ആദ്യം മുതൽ കഴിച്ചുകൊണ്ടിരുന്ന ഉപ്പ്, കല്ലുപ്പൊക്കെ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഭയങ്കര ഉപ്പാണല്ലോ. ഇതാണ് ഉപ്പ്. ഇതാണ് ഉപ്പ്, യഥാർത്ഥത്തിൽ ഇതാണ് ഉപ്പ്. ഒരുപാട് മിനറൽസ് ഉള്ള സാധനമാണിത്. ഇതിനകത്ത് ഉപ്പിലൊക്കെ അവിടെ പോയി. ഈ വഴിക്ക് പോയത് ഭാഗ്യത്തിന് സോറി ഞാൻ തുപ്പണത് ഉപ്പില് കാണാനില്ലേ? ഒടുക്കത്തുപ്പ്. ഇന്ന് ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപ്പ് കഴിക്കുന്ന ആള്. എന്നിട്ട് ഞാൻ ഒടുക്കത്തുപ്പ് എന്ന് പറയുമ്പോ ഇന്ന് എന്റെ അത്ര ഉപ്പ്. ദേ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ കിടക്കണോ? കിടക്കണേ കടന്നോ, ഞാൻ വീഡിയോ എടുത്ത് തരാം. വേറെ ആരെങ്കിലും കൊണ്ടിട്ടാണെങ്കിൽ എഴുന്നേപ്പിക്കും. അങ്ങനെയല്ല കിടക്കണേ, തല അവിടെ വെക്കണേ. അവിടെ വരെ കാല് പിടിക്കണോ, കേൾക്കണോ? മാതിരി എടുക്കാണ്ട് കയ്യിലല്ല. ഉറങ്ങാണോ? ഇതൊക്കെ മതി ഗൈസ്. അങ്ങനെ പോപ്കോൺ മണലിൽ പോയി കൊറേ പോപ്കോൺ കിട്ടി. പക്ഷെ തിന്നാൻ പറ്റില്ല. തിന്നാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതിങ്ങനെ കഴിക്കാം. ഈ ചങ്കുഞ്ഞ തലയിലിട്ട് നമുക്ക് പോപ്കോൺ ഈ ചങ്കുഞ്ഞി ആക്കാം, റാ പോലെ ആക്കാം. തലച്ചോറ് 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 മാത്രമല്ല, തലച്ചോറ് പുറത്തു വന്നു ഗൈസ്. ഇതൊരു സമുദ്രത്തിലുള്ള ഒരു സസ്യമാണ്. ഈ സസ്യം മറ്റു മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയായിട്ടും അവരുടെ എന്താ പറയാ അവരുടെ പാർപ്പിടമായിട്ടും അവരുടെ ആഹാരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഓരോ സസ്യങ്ങളും മരിച്ചു കഴിയുന്ന സമയത്ത് അവര് എന്താ പറയാ അത് ഇങ്ങനെ ഒരു ഉരുളൻ കല്ലുകളായിട്ട് രൂപപ്പെടുന്നു. അതായത് പോപ്കോൺ എന്നൊക്കെ പറയും. പക്ഷെ ഇത് ശരിക്കും നമ്മളൊരു പോപ്കോണിന്റെ ആകൃതി ആയതുകൊണ്ടാണ് ഇതിനെ പോപ്കോൺ എന്ന് വിളിക്കുന്നത്. ഇത് ശരിക്കും പോപ്കോൺ അല്ല, ഇതിനെ റാബിറ്റേറ്റന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ സസ്യങ്ങളും മരിക്കുമ്പോൾ, ഇതൊക്കെ ഓരോ സസ്യങ്ങളാണ്, അവർ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഉരുളൻ കല്ലുകളായിട്ട് രൂപപ്പെടുന്നു. ഈ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പോപ്കോൺസ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ കംപ്ലീറ്റ് അടിഞ്ഞു ഓടിയിരിക്കുന്നുണ്ട്. അപ്പുറ സൈഡില് ഓരോ സ്ഥലങ്ങളിൽ അടിഞ്ഞു ഓടിയിരിക്കുന്നുണ്ട്. ഇവിടെ നട്ടുച്ച സമയമാണ് ഇപ്പോൾ. ഏകദേശം 16:45, അതായത് 4:45. ഇതെൻ്റെ മറ്റേ തൊളേതോ സ്പെയിനിലെ സമയമാണിത്. സ്പെയിൻ തന്നെയാണെങ്കിലും ഇവിടെ 1 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ 3:45 ഈ 3:45 നല്ല വെയിലുള്ള സമയമാണ്. പക്ഷെ എന്നാലും ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം വെയിൽ കൊള്ളാനായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ നേരത്തേക്ക് പോപ്കോൺ ഏതാണ്ട് ശരിക്കുള്ള പോപ്കോണെ കുറിച്ച് പോലെ ഇടാണ്. ശവകുടീരത്തിന്റെ മുകളിലാണ്. ശവകുടീരത്തിന്റെ ശരിയാണത്, സസ്യങ്ങളുടെ ശവകുടീരമാണത്. ഇച്ചാന്റെ തലയിൽ കുറെ ശവകുടീരങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. കണ്ടില്ലേ? ഭയങ്കരമായിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് കിടക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യും. കാരണം ഇതൊരു മാർബിൾ പോലെയാണ് അല്ലെ? ഭയങ്കര തണുപ്പുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് തണുപ്പ്, നല്ല ഫീലിങ്സ് ഉണ്ട്.
ഈ സൂര്യൻ അടിക്കുന്നവർ തണുത്തോണ്ടിരിക്കുകയാണ്. സൂര്യന്റെ ചൂട് അടിക്കുന്നതോറും വൈറ്റ് ചൂടാക്കുന്നു. ഇത് അരച്ചിറക്കി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ സസ്യല്ലേ? ഇല്ല, അത് സസ്യമാണ്, പക്ഷെ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അതങ്ങനെ പാടില്ല. അങ്ങനെ ചെയ്തവര് മരിച്ചിട്ടേ ഉള്ളൂ. ഇതുപോലെ ഇതുപോലെ ഈ കിടക്കുന്നത് ഇത് മരിച്ചതിന്റെ ഉള്ളിൽ ഇതൊരു സസ്യമാണ്. ഇത് മരിച്ചതാണ് ഇത്. പക്ഷെ ഈ മരിച്ച ഈ സസ്യമല്ലേ ശരിക്കും മാർബിള് പോലെ അല്ലെ. അപ്പൊ ഈ ഒരു സസ്യം, ഈ ഒരു പോപ്കോൺ മരിച്ചൊരു ഈ ഒരു പോപ്കോൺ വൈറ്റ് കളർ മരിച്ച സസ്യമാണെങ്കിൽ ഈ ബ്ലാക്ക് കളർ എന്തായിരിക്കും? ബ്ലാക്ക് കളർ കല്ല് പാറ അല്ല, ഇത് പോപ്കോണിന്റെ പോലെ തന്നെ ഇരിക്കുന്നത്. ചിലതിന്റെ മറ്റേ പാറ പൊടിഞ്ഞു വന്നതാ. പാറേനെ കൊണ്ടാണോ പോകുന്നത്? ശരിക്കും ചൈൻ്റെ ഈ ഒരു ഡ്രസ്സിലുണ്ടല്ലോ ഇങ്ങനെ വൈറ്റ് കളർ പോപ്കോൺ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു പട്ടി ശരിക്കുള്ള പോപ്കോണാന്ന് വിചാരിച്ച് ഓടി ഓടി നടക്കണം. പാവം എല്ലായിടത്തും പോയി നോക്കും. ഞാൻ ശരിക്കും മേടിച്ചു പോയി. ദേ ഒരു ബോട്ട്. അതൊരു ഫിഷിംഗ് ബോട്ടല്ല, അതൊരു മറ്റേ ബോട്ടാണ്, പായ്ക്കപ്പലാണ്. പോപ്കോൺ ചാടുമ്പോൾ നല്ല രസമുണ്ട്. ഗൈസ്, നടന്ന് ഇവിടെ മൊത്തം കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ വേറെ ഒന്നുമില്ല, എല്ലാ സ്ഥലങ്ങളും ഈ പോപ്കോണിൻ്റെ ഈ സംഭവങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.